ഹലോ, ഇന്നത്തെ BNSSന്റെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. അറസ്റ്റ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്ന മൊഡ്യൂൾ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെങ്തി ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ്. ഈ മൊഡ്യൂളിന്റെ അകത്ത് സെക്ഷൻ 35 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. സെക്ഷൻ 35 വെൻ പോലീസ് അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണ്. നിങ്ങളുടെ എക്സാമിനെ സംബന്ധിച്ച് SI പരീക്ഷയുടെ മെയിൻസിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 35 എന്ന് പറയുന്നത്. നമ്മളൊരു കോഡോട് കൂടിയാണ് ഈ സെക്ഷൻ 35നെ പഠിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ സെക്ഷൻ 35ന്റെ അകത്ത് സബ്സെക്ഷൻ ആയിട്ട് പറയുന്ന 7 സബ്സെക്ഷൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം അതിനെ എത്തരത്തിൽ നമുക്ക് ഓർഡർ ആയിട്ട് ഓർത്ത് വെക്കാം എന്നുള്ളതിന് ഒരു കോഡ് നമ്മൾ പഠിക്കുന്നതാണ്. ആ കോഡ് വെച്ചിട്ട് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ഈ സെക്ഷൻ 35ൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ അത് പഠിക്കുന്നതാണ്. അപ്പൊ നമുക്ക് സെക്ഷൻ 35 പഠിക്കാൻ വേണ്ടി പോകാം. അപ്പൊ സെക്ഷൻ 35 പറയുന്നത് വെൻ ദ പോലീസ് മേ അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് എന്നുള്ളൊരു കാര്യമാണ്. എപ്പോഴാണ് പോലീസിന് ഒരു വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നാണ് സെക്ഷൻ 35 പറയുന്നത്. ഈ സെക്ഷന് 7 സബ്സെക്ഷൻസ് ഉണ്ട്. അതിനകത്ത് 7 സബ്സെക്ഷനുകളായിട്ട് ഈ സെക്ഷനെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ സബ്സെക്ഷൻ പഠിക്കാം. പോലീസ് ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് മജിസ്ട്രേറ്റ്സ് ഓർഡർ ഓർ വാറന്റ് ഇൻ സർട്ടൻ കേസസ് എന്നാണ് സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 35 പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? വാട്ട് ഈസ് സെക്ഷൻ 35? when the police can arrest a person without warrant. എന്താ വാറന്റ് എന്ന് അറിയാലോ, കോടതിയുടെ ഒരു ഓർഡർ ആണ് അല്ലെ. അപ്പം വാറന്റ് എന്താ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരാളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓർഡർ ആണ് അറസ്റ്റ് വാറന്റ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ അത്തരത്തിൽ വാറന്റ് ഇല്ലാണ്ട് എപ്പോഴാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ പോലീസിന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നാണ് സെക്ഷൻ 35ന്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി സെക്ഷൻ 35 ഇത് മാത്രമല്ല, സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 1ലാണ് ഇതുമായി ബന്ധപ്പെട്ട 10 കാര്യങ്ങൾ 10 പോയിന്റ്സ് പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് സെക്ഷൻ 35ന്റെ ബാക്കി 6 സബ്സെക്ഷനും ഡിസ്കസ് ചെയ്യുന്നത് അറസ്റ്റുമായി ബന്ധപ്പെട്ട വാറന്റുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളാണ് ആക്ച്വലി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സബ്സെക്ഷൻ 1 പോലീസ് ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് മജിസ്ട്രേറ്റ്സ് ഓർഡർ ഓർ വാറന്റ് ഇൻ സർട്ടൻ കേസസ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. വേറൊരു കാര്യം കൂടെ, സാധാരണഗതിയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ലൈഡ് ആയിട്ട് ഷെയർ ചെയ്ത് തരാറുള്ളത് ബെയറാക്ടിൽ നിന്ന് അതുപോലെ എടുക്കുന്ന പ്രൊവിഷൻസ് ആണ്. അപ്പൊ ഇന്ന് അതുപോലെ ബെയറാക്ടിൽ നിന്ന് എടുത്ത പ്രൊവിഷൻസ് അല്ല, പകരം ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ബെയറാക്ട് അതുപോലെ വെക്കുന്നത് മോശമല്ല. അതെന്താന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അത് കണ്ടുപഠിക്കാൻ വേണ്ടി, അതിന്റെ അകത്ത് ഒന്നും വിട്ടുകൊണ്ടിരിക്കാനാണ് ഇത്രയും ദിവസം ബെയറാക്ട് അതുപോലെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു സെക്ഷൻ കുറച്ചധികം നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയത്. അതായത് മാറ്റം വരുത്തി എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻസിന്റെ അകത്ത് ഒരു മാറ്റം വരുത്തിയില്ല. നമ്മൾ പറയുന്ന ലാംഗ്വേജിലേക്ക്, നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജിലേക്ക് സെക്ഷൻ 35നെ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ സബ്സെക്ഷൻ 1 നോക്കാം. സബ്സെക്ഷൻ 1 നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുന്നത്? പോലീസ് ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് മജിസ്ട്രേറ്റ്സ് ഓർ ഓർഡർ ഓർ വാറന്റ് ഇൻ സർട്ടൻ കേസസ്. ചില സാഹചര്യങ്ങളിൽ പോലീസിന് മജിസ്ട്രേറ്റിന്റെ ഓർഡറോ വാറന്റോ ഒന്നും ഇല്ലാണ്ട് അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്നാണ് സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 1 പറയുന്നത്. അത് എപ്പോഴൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇതിന് 10 സാഹചര്യങ്ങൾ ഈ സബ്സെക്ഷൻ 1ന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ABCD എന്ന് പറഞ്ഞിട്ട് 10 സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം. അപ്പം എപ്പോഴാണ് പോലീസിന് വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന സബ്സെക്ഷൻ 1ന്റെ A പറയുന്നത് എന്താണ്? കമ്മിറ്റ്സ് കോഗ്നിസബിൾ ഒഫൻസ് ഇൻ പോലീസ് പ്രസൻസ്. when a person commits a cognizable offense in the presence of police, that police can arrest the person without warrant എന്നാണ് A പറയുന്നത്. അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം. നമുക്ക് എളുപ്പത്തിന് വേണ്ടി അത് 1, 2 അങ്ങനെ പറഞ്ഞു പോവാം. പക്ഷെ ഇതിന്റെ സബ്സെക്ഷൻ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവണം. സെക്ഷൻ 35ൽ 1ൽ A ആണ് ഇവിടെ പറയുന്ന കാര്യം. പക്ഷെ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ 1, 2, 3 എന്ന് പറഞ്ഞാണ് കൗണ്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഒന്നാമതായിട്ട് എന്താ പറയുന്നത്? അതായത് ഒരു പോലീസിന് വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണെന്ന് നിയമം പറയുന്നത്, ഒന്നാമതായിട്ട് പോലീസിന്റെ പ്രസൻസിൽ വെച്ചിട്ട് ഒരാള് ഒരു കൊഗ്നീസബിൾ ആയിട്ടുള്ള ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസിന് വാറന്റിന്റെ ആവശ്യമില്ല, അപ്പൊ തന്നെ അയാളെ പിടിച്ചോണ്ട് പോകാം എന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത്. അപ്പൊ എന്താണ് കോഗ്നീസബിൾ ഒഫൻസ് എന്ന് അറിയാലോ, നമ്മൾ പഠിച്ചതാണ്. ആ വീഡിയോ കാണാത്ത ആളുകൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക, വീഡിയോസിന്റെ അകത്ത് പോയി നോക്കുക. കോഗ്നീസബിൾ ഒഫൻസ് എന്താ, നോൺ കോഗ്നീസബിൾ ഒഫൻസ് എന്താ, ഡെഫിനിഷന്റെ ഭാഗമായിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് പോയി നോക്കാം. അപ്പൊ കോഗ്നീസബിൾ ഒഫൻസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പറയുകയാണ്, സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ് കോഗ്നീസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ. മർഡർ പോലുള്ള, റേപ്പ് പോലുള്ള, തെഫ്റ്റ് പോലുള്ള സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളാണ് കോഗ്നീസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ. അത്തരത്തിൽ പോലീസിന്റെ പ്രസൻസിൽ ഒരാൾ ഒരു കോഗ്നീസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അയാളെ ആ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വാറന്റിന്റെ ആവശ്യമില്ല എന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് എന്താ പറയുന്നത് നോക്കാം.
രണ്ടാമത് പറയുന്നത് റീസണബിൾ കംപ്ലൈന്റ് അല്ലെങ്കിൽ ക്രെഡിബിൾ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ റീസണബിൾ സസ്പീഷൻ എക്സിസ്റ്റസ് ദാറ്റ് എ പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് എ കൊഗ്നീസബിൾ ഒഫൻസ് വിച്ച് ഈസ് പണിഷബിൾ ലെസ് ദാൻ 7 years ഓർ ഈക്വൽ ടു 7 years ഓഫ് ഇംപ്രിസൺമെന്റ് വിത്ത് ഓർ വിത്തൗട്ട് ഫൈൻ ഇഫ് ദ ഫോളോയിങ് ടു കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് എന്നാണ് രണ്ടാമതായിട്ട് പറയുന്നത്. ബി എന്ന് പറയുന്ന പ്രൊവിഷന്റെ അകത്ത് പറയുന്നത് അതെന്താ നോക്കാം. അതായത് ബി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നുള്ളതിന് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഒരു കുറ്റകൃത്യം ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റിലയബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ വിവരം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പോലീസിന് റീസണബിൾ ആയിട്ടുള്ള സസ്പീഷൻ ഉണ്ട്, ഒരു സംശയം ഉണ്ട്, അയാൾ അത് ചെയ്തു ഉറപ്പാക്കുന്ന ഒരു സംശയം പോലീസിന്റെ കയ്യിലുണ്ട്. ഈ മൂന്ന് സാഹചര്യങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചുണ്ട്. ആ വ്യക്തി ഒരു ഒഫൻസ് ചെയ്തു എന്നതിനെ സംബന്ധിച്ചുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഒരു കംപ്ലൈന്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അയാൾ ഒരു കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതിന്, അല്ലെങ്കിൽ പോലീസിന് റീസണബിൾ ആയിട്ടുള്ള വെറുതെയുള്ള സംശയമല്ല റീസണബിൾ ആയിട്ടുള്ള ഒരു സസ്പീഷൻ ഉണ്ട് അയാൾ ആ കുറ്റകൃത്യം ചെയ്തു എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ കുറ്റകൃത്യം എങ്ങനെയുള്ള കുറ്റകൃത്യമെന്നും കൂടെ പറയുന്നുണ്ട്. 7 വർഷത്തിൽ കുറവ് ശിക്ഷ ലഭിക്കുന്ന അല്ലെങ്കിൽ 7 വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന, ശിക്ഷ എന്ന് പറയുമ്പോൾ ഇംപ്രിസൺമെന്റ് ലഭിക്കുന്ന, ഫൈൻ ഉണ്ടാവുകയും ഫൈൻ ഇല്ലാണ്ടിരിക്കുകയും ചെയ്യാവുന്ന കുറ്റകൃത്യം ആയിരിക്കാം. അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ഒരു വ്യക്തി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വാറന്റിന്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ രണ്ടാമതായിട്ട് പറയുന്നത്. അതായത് ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതിന് ഒരു കംപ്ലൈന്റ് ഉണ്ട് അല്ലെങ്കിൽ പോലീസിന്റെ അകത്ത് ഒരു റീസണബിൾ ആയിട്ടുള്ള സസ്പീഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയുള്ള കുറ്റകൃത്യമാണ്? ഒരു 7 yearsൽ കുറവ് പണിഷ്മെന്റ് ഉള്ള അല്ലെങ്കിൽ മാക്സിമം 7 years വരെ പണിഷ്മെന്റ് കൊടുക്കുന്ന, അത് ആ പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ഇംപ്രിസൺമെന്റ് മാത്രമല്ല, ചിലപ്പോൾ അതിന് ഫൈൻ ഉണ്ടാവാം, ഫൈൻ ഇല്ലാണ്ടിരിക്കാം, അതൊരു മാറ്ററേ അല്ല. അങ്ങനെയുള്ള ഒരു കുറ്റകൃത്യം ഒരു വ്യക്തി ചെയ്തു എന്ന് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ബിലീവ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സസ്പീഷൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിൽ അയാളെ അറസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അവിടെ വാറന്റിന്റെ ആവശ്യമില്ല, പക്ഷേ അതിന് താഴെ പറയുന്ന 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ആ 2 കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ ആയിട്ട് പറയുന്നത് police officer reasonably believes that based on the complaint, information, suspicion that the person has committed the offense. അതായത് നേരത്തെ പറഞ്ഞല്ലോ ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടി അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള സസ്പീഷൻ ഉണ്ട് അയാൾ 7 years വരെ ശിക്ഷ ഉള്ള ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്, അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ പോലീസിന് അങ്ങനെ തോന്നൽ ഉണ്ടാവുന്ന മുറയ്ക്ക് ആ തോന്നൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടുള്ള ആ ഒരു കംപ്ലൈന്റ് അത് ഒറിജിനൽ ആണ്, അത് ട്രൂ ആണ് എന്ന് പോലീസിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസിന് വാറന്റിന്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒന്നുമില്ല, സിമ്പിൾ ആണ്. പോലീസിന് ഒരു ഇൻഫർമേഷൻ കിട്ടി അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് കിട്ടി, ഒരു സസ്പീഷൻ ഉണ്ട്, അതായത് ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. ആ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ 7 yearsൽ കൂടുതൽ പണിഷ്മെന്റ് ഇല്ലാത്ത 7 yearsൽ കുറഞ്ഞ പണിഷ്മെന്റ് ഉള്ള ഒരു കുറ്റകൃത്യമാണ്. തെഫ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം ചെയ്തു എന്നൊരു ഇൻഫർമേഷൻ കിട്ടി അല്ലെങ്കിൽ സസ്പീഷൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കംപ്ലൈന്റ് കിട്ടി എന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ പോലീസിന് അത് ട്രൂ ആണെന്ന് തോന്നുകയാണെങ്കിൽ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസിന് വിശ്വസിക്കാനുള്ള ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസ് പോലെ റീസണബിൾ ആയിട്ടുള്ള ഒരു ബിലീഫ് പോലീസിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് വാറന്റിന്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വേറൊരു സാഹചര്യത്തിലും കൂടെ ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും, അതാണ് രണ്ടാമതായിട്ട് പറയുന്നത്. അപ്പൊ സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 1ൽ ബിയിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? പോലീസിന് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ റിലയബിൾ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ റീസണബിൾ ആയിട്ട് സസ്പീഷൻ ഉണ്ട്, അതായത് 7 yearsൽ കുറവ് പണിഷ്മെന്റ് ഉള്ള ഒരു കുറ്റകൃത്യം ഒരു വ്യക്തി ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇൻഫോർമേഷനോ കംപ്ലൈന്റോ അല്ലെങ്കിൽ സസ്പീഷനോ ഉണ്ട്. അത് ശരിയാണെന്ന് പോലീസിന് വിശ്വസിക്കാനുള്ള കാരണം കൂടെ ഉണ്ടെങ്കിൽ പോലീസിന് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വാറന്റിന്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഒരു കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോലെ രണ്ടാമതായിട്ടൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പൊ ബി നമ്മൾ പഠിച്ച സമയത്ത് ബിയിൽ പറയുന്ന രീതിയിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന 2 കണ്ടീഷൻസ് പാലിക്കപ്പെടണം എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? പോലീസിന് ഇത്തരത്തിൽ കിട്ടിയ കംപ്ലൈന്റ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സസ്പീഷൻ അത് പോലീസിന് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായി എന്നുണ്ടെങ്കിൽ അടുത്തൊരു കണ്ടീഷനും കൂടെ പാലിക്കപ്പെടണം, എന്നാലാണ് അത്തരത്തിൽ അറസ്റ്റ് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? ഓൺലി ഇഫ് പോലീസ് ഓഫീസർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് സച്ച് അറസ്റ്റ് ഈസ് നെസസറി ഫോർ ഫോളോയിങ് റീസൺസ്. താഴെ പറയുന്ന കാരണങ്ങൾക്ക് ഈ ഒരു അറസ്റ്റ് നെസസറി ആണ് എന്ന് താഴെ പറയുന്ന കാരണങ്ങൾ കൊണ്ട് ഇയാളുടെ അറസ്റ്റ് നെസസറി ആണ് എന്ന് പോലീസിന് ബോധ്യമാവുന്ന മുറക്ക് മാത്രമേ അയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, വാറണ്ട് ഇല്ലാണ്ട്. അപ്പം എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെയാണ് ആ താഴെ പറയുന്ന സാഹചര്യങ്ങൾ? പ്രിവെന്റ് ഫ്രം ഫർദർ ഒഫൻസ്. അയാൾ ഓൾറെഡി ഒരു കുറ്റകൃത്യം ചെയ്തു എന്നുള്ള റിലയബിൾ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പോലീസിന് ഒരു വിശ്വാസം
ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അയാളെ വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുക. ആ പോലീസും കൂടെ അത് ട്രൂ ആണെന്ന് വിശ്വസിക്കുന്ന ഘട്ടത്തില്. അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് എന്താ, അങ്ങനെ പോലീസ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം പോരാ, അങ്ങനെ ഉണ്ടാവുന്നതിന്റെ കൂടെ എന്തും കൂടെ വേണം. അങ്ങനെ ഉണ്ടാവുന്നതിന്റെ കൂടെ പോലീസിന് മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ബോധ്യമാവണം. അതായത് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇയാളെ അറസ്റ്റ് ചെയ്യാണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ വീണ്ടും ഫർദർ ആയിട്ട് ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഫർദർ ഒഫൻസിനെ പ്രിവെന്റ് ചെയ്യണം. ഇനി അയാൾ ആ കുറ്റകൃത്യം ചെയ്തു, അതിന്റെ മേലെ അയാൾ ഇനി വേറൊരു കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും കൂടെ ബോധ്യമാവുകയാണെങ്കിൽ, അങ്ങനെ ഒരു ഫർദർ ആയിട്ടുള്ള, ഇയാളെ പിടിച്ചകത്തിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ഇനിയും കുറ്റകൃത്യം ചെയ്യുമെന്ന തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെ ഫർദർ ആയിട്ടൊരു ഭാവിയിൽ ഇനി ഒരു ഫ്യൂച്ചർ ആയിട്ട് ഒരു ഒഫൻസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ അറസ്റ്റ് മുമ്പേ പറഞ്ഞ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ വാറണ്ടിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്ന പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഫർദർ ഒഫൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അറസ്റ്റ് ചെയ്യാം. രണ്ടെന്താണ്, ഫോർ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ ആവണമെങ്കിൽ ഇയാൾ അറസ്റ്റ് ചെയ്യണം എന്നുള്ള മാൻഡേറ്ററി ആണ്. ഇയാൾ ഒരു കേസിൽ പ്രതിയാണെന്ന് സംശയിക്കുന്നു, ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കേസിന്റെ അന്വേഷണത്തെ അത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണം ഫോർ ദി പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ കേസ്. ആ കേസ് പ്രോപ്പർ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയുന്നത്, ബി ആയിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് എന്താ പറയുന്നത്, ടു പ്രിവെന്റ് എവിഡൻസ് ഡിസപ്പിയറൻസ് ഓർ ടാമ്പറിംഗ് ഇൻ എനി മാനർ. അയാൾ തെളിവ് നശിപ്പിക്കും എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അയാളെ അറസ്റ്റ് ചെയ്യണം. അതായത് ഈ വ്യക്തി ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ്, അയാൾ ആ കുറ്റകൃത്യം ചെയ്തു എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്, അങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ ഉണ്ട്, പോലീസിന് അങ്ങനെ തോന്നലും ഉണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ അയാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ എവിഡൻസ് ഡിസപ്പിയർ ആവാൻ കാരണമാകും, അല്ലെങ്കിൽ എവിഡൻസ് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കാരണക്കാരനാകും എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും എവിഡൻസുകൾ ടാമ്പർ ചെയ്യും, അതിനെ എവിഡൻസ് നശിപ്പിച്ച് കളയും, വികലമാക്കും എന്നൊക്കെ ഉള്ള ഒരു തോന്നലുണ്ടെങ്കിൽ അതിന്റെ ബേസിൽ സി പറയുന്നത് അതാണ്, അതിന്റെ ബേസിൽ ആ ഒരു കാരണം കൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാം, അവിടെ വാറണ്ടിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി ഡി എന്താ പറയുന്നത് നോക്കുകയാണെങ്കിൽ, നാലാമതായിട്ട് ഡിയിൽ പറയുന്നത് ടു പ്രിവെന്റ് ഇൻഡ്യൂസ്മെന്റ് ത്രെട്ട് പ്രോമിസ് ടു എനി പേഴ്സൺ റിലേറ്റഡ് വിത്ത് ദ കേസ് ആണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകളെ കൊണ്ട് ഈ പ്രതിയായിട്ടുള്ള ആള് അവർക്ക് എന്തെങ്കിലും ത്രെട്ട്, അവർക്ക് എന്തെങ്കിലും ഭീഷണി അറിയിക്കുകയോ അല്ലെ അവരെന്തെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെന്റ് നടത്തുകയോ പ്രോമിസ് നടത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് നാലാമതായിട്ട് പറയുന്നത്. അപ്പൊ നമുക്കറിയാം വിറ്റ്നസിനെയൊക്കെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ സ്വാധീനിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി നമ്മുടെ നാടുകളിലുണ്ട്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അക്യൂസിനെ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ പ്രതിയായിട്ടുള്ള ആള് വിറ്റ്നസിനെയൊക്കെ സ്വാധീനിക്കുകയാണെങ്കിൽ കേസിന്റെ മെറിറ്റിനെ അത് ബാധിക്കും. വിറ്റ്നസ് എന്നല്ല, വേറെ ആളുകളെയൊക്കെ സ്വാധീനിക്കുകയാണെങ്കിൽ, കേസുമായി ബന്ധപ്പെട്ട ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് കാണുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾക്ക് പ്രേരിപ്പിക്കുകയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകുക, പ്രോമിസസ് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ അത് കേസിന്റെ മെറിറ്റിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അക്യൂസിനെ എന്ത് ചെയ്യണം, അറസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇവിടെ അറസ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഇനി അഞ്ചാമതായിട്ട് പറയുന്നത് ടു എൻഷുർ ഹിസ് അപ്പിയറൻസ് ഇൻ കോർട്ട് ആണ്. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കേസിന്റെ ഭാഗമായിട്ട് കോടതിയുടെ പ്രൊസീഡിങ്സിൽ ഈ പ്രതി പങ്കെടുക്കില്ല എന്ന് ആ പോലീസിന് ബോധ്യമാവുന്ന മുറയ്ക്ക് അയാളുടെ അപ്പിയറൻസ് കോടതിയിൽ കേസിന്റെ ഭാഗമായിട്ട് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ അറസ്റ്റ് ചെയ്യാം എന്നാണ് ഇവിടെ അഞ്ചാമതായിട്ട് ഈയിൽ പറയുന്നത്. അത് പറയുന്നത് എന്താണ്, ഫൈനോട് കൂടിയോ അല്ലാത്തതോ ആയി 7 ഇയേഴ്സിന് താഴെ അല്ലെങ്കിൽ 7 ഇയേഴ്സ് വരെ പണിഷ്മെന്റ് കൊടുക്കുന്ന ഒരു കൊഗ്നീസബിൾ ഒഫൻസ് ഒരാൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അയാൾ അത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതിന് പോലീസിന് മതിയായിട്ടുള്ള ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഒരു സസ്പീഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിൽ പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന അല്ലെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന 2 കണ്ടീഷൻസും കൂടെ പാലിക്കപ്പെടണം എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് ഇത്തരത്തിൽ പോലീസിന് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസിന് കിട്ടിയിട്ടുള്ള കംപ്ലൈന്റ് അല്ലെങ്കിൽ പോലീസിന് ഉണ്ടായിട്ടുള്ള ആ സസ്പീഷൻ അത് റീസണബിൾ ആണ് എന്ന് പോലീസിന് വിശ്വാസം ഉണ്ടാവുന്ന മുറയ്ക്ക് അറസ്റ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, ഇവിടെ പറയുന്ന ഈ 5 റീസൺസിൽ ഏതെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ പോലീസിനുണ്ടെങ്കിൽ അതും കൂടെ കണക്കാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ, അത്തരത്തിലുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞത്. ആ 5 റീസൺസ് എന്താ, ഇവിടെ 2 പറയുന്ന 5 റീസൺസ് എന്താ, ഫർദർ ആയിട്ട് അയാൾ ഒഫൻസ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട്, തെളിവ് നശിപ്പിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, സാക്ഷികളെയും അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട ആളുകളെ ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരെ മറ്റു കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ കോടതിയിൽ അയാൾ കൃത്യമായിട്ട് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്.
അപ്പൊ സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 1ൽ ബി പഠിക്കുന്ന സമയത്ത് അതുമായി അനുബന്ധമായിട്ട് ഒരു ഇൻഫോർമേഷനും അതുപോലെ ഒരു പ്രൊവൈസോയും കൂടെ ആ സെക്ഷന്റെ അകത്ത് പറയുന്നുണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം. പ്രൊവൈസോ പറയുന്നത് ഇത്തരത്തിൽ സെക്ഷൻ 35ന്റെ 1ബിയിൽ പറയുന്നത് പ്രകാരം ഒരു സംഭവം, ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. പക്ഷെ പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്ന് പോലീസിന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ, പോലീസ് അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ അറസ്റ്റ് ചെയ്യാണ്ടിരിക്കാനുള്ള റീസണും കൂടെ പോലീസ് റെക്കോർഡ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. If the arrest of a person who has committed an offence which is said under section 35 clause 1b subsection 1b and police is not making any arrest on him, in such situations police officer shall also record the reasons in writing for not making such arrest എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ? പോലീസ് ഇത്തരത്തിൽ ഈ ഒരു സെക്ഷൻ ഉപയോഗിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാനുള്ള കാരണവും അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാണ്ടിരിക്കാനുള്ള കാരണം റെക്കോർഡ് ചെയ്യണം എന്നാണ് ഇവിടെ അഡീഷണൽ ആയിട്ട് ഈ സബ്സെക്ഷൻ 1ൽ ബിയിൽ പറയുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 1ൽ സി എന്താ പറയുന്നത് നോക്കാം. അതായത് വാറണ്ട് ഇല്ലാണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളിൽ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എ ബി എന്ന് പറഞ്ഞിട്ട്. ഇനി മൂന്നാമത്തതാണ് നമ്മൾ ഇവിടെ സി എന്ന് പറഞ്ഞ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സി പറയുന്നത് എന്താന്ന് വെച്ചാൽ പോലീസ് ഹാസ് റിസീവ്ഡ് എ ക്രെഡിബിൾ ഇൻഫോർമേഷൻ ദാറ്റ് എ പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് ആൻ കൊഗ്നിസബിൾ ഒഫൻസ്. അതായത് പോലീസിന് ഒരു ഇൻഫോർമേഷൻ കിട്ടി, അതൊരു റിലയബിൾ ആയിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്. എന്താണ് ഇൻഫോർമേഷൻ? ദാറ്റ് സം പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് ആൻ കൊഗ്നിസബിൾ ഒഫൻസ്. ഒരു കൊഗ്നിസബിൾ ഒഫൻസ് ഒരു വ്യക്തി ചെയ്തിട്ടുണ്ട് എന്ന് പറയാ. ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ, നിയമം പറയുന്ന ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷത്തിൽ കൂടിയ പണിഷ്മെന്റ്, ഇംപ്രിസൺമെന്റ് ആണ്. അത് ഡെത്ത് പെനാൽറ്റി വരെ ആവാം. അതിന് ചിലപ്പോൾ ഫൈൻ ഉണ്ടാവാം, ഫൈൻ ഉണ്ടാവാണ്ടിരിക്കാം. അത്തരത്തിൽ 7 വർഷത്തിൽ കൂടുതൽ പണിഷ്മെന്റ് പറയുന്ന ഡെത്ത് പെനാൽറ്റി വരെ ആകാം. എന്ന് പറഞ്ഞാൽ 7 വർഷത്തിൽ കൂടുതൽ 8 വർഷം ആവാം, 9 വർഷം ആവാം, 10 വർഷം ആവാം, അത് ലൈഫ് ഇംപ്രിസൺമെന്റ് ആവാം, ഡെത്ത് പെനാൽറ്റി വരെ ആകാവുന്ന ശിക്ഷ കൊടുക്കുന്ന ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്തു എന്നുള്ള ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ പോലീസിന് ലഭിച്ചു. എന്നിട്ട് ലഭിച്ചാൽ മാത്രം പോരാ, ആ ഇൻഫോർമേഷൻ ശരിയാണെന്ന്, ബിലീവബിൾ ആണെന്ന്, റീസണബിൾ ആണെന്ന് പോലീസിന് മനസ്സിലാവുകയും കൂടെ ചെയ്യുന്നത് മുറയ്ക്ക് ആ ഇൻഫോർമേഷൻ ശരിയാണെന്ന് പോലീസിന് വിശ്വസിക്കാൻ കാരണമുണ്ടാവുന്ന സമയത്ത് ആ കുറ്റകൃത്യത്തിന്റെ പേരിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് വാറണ്ടിന്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ സി എന്ന് പറയുന്ന ഒരു സബ്സെക്ഷന്റെ അകത്ത് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരാൾ ഒരു കൊഗ്നിസബിൾ കുറ്റകൃത്യം ചെയ്തു, ആ കുറ്റകൃത്യത്തിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് 7 ഇയേഴ്സിൽ കൂടുതൽ ഡെത്ത് പെനാൽറ്റി വരെയുള്ള ഏത് പണിഷ്മെന്റും ആവാം. അത്തരത്തിലുള്ള പണിഷ്മെന്റ് ഉള്ള ഒരു കുറ്റകൃത്യമാണ് ചെയ്തത്. അതിനെ സംബന്ധിച്ച് പോലീസിന് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടി, ആ ഇൻഫോർമേഷൻ ശരിയാണെന്ന് പോലീസിന് വിശ്വസിക്കാൻ കാരണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ അത് ചെയ്തതായി കണക്കാക്കിക്കൊണ്ട് പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ്. അവിടെ വാറണ്ടിന്റെ ആവശ്യമില്ല. ഇതാണ് വാറണ്ട് ആവശ്യമില്ലാണ്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സാഹചര്യം സിറ്റുവേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷൻ നോക്കാം. ഇനി നാലാമതായിട്ട് എപ്പോഴാണ് പോലീസിന് വാറണ്ട് ഇല്ലാണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യമാണ് ഇവിടെ സബ്സെക്ഷൻ ഡിക്കകത്ത് പറയുന്നത്. സബ്സെക്ഷൻ ഡി പറയുന്നത് പ്രൊക്ലെയിംഡ് ഒഫൻഡറെ കുറിച്ചാണ്. ഒരു പ്രഖ്യാപിതമായിട്ടുള്ള കുറ്റവാളി എന്ന് പറഞ്ഞാൽ അയാൾ നിരന്തരമായിട്ട് കുറ്റകൃത്യം ചെയ്യുന്നു, അങ്ങനെ കുറ്റകൃത്യങ്ങളുടെയൊക്കെ ലിസ്റ്റിലും പട്ടികയിലും കാപ്പ പോലുള്ള ലിസ്റ്റുകളിലും അങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കും ഒരു പക്ഷെ. അത്തരത്തിലുള്ള പ്രൊക്ലെയിംഡ് ഒഫൻഡർ, സ്ഥിരം കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാറണ്ടിന്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒരു പ്രൊക്ലൈംഡ് ഒഫൻഡറെ സംബന്ധിക്കുന്ന ഡെഫിനേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ BNSSന്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പൊ BNSSന്റെ അകത്ത് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓർഡർ പ്രകാരം, അതായത് ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഓർഡർ പ്രകാരം പ്രൊക്ലൈംഡ് ഒഫൻഡർ ആയിട്ട് കണക്കാക്കപ്പെടുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് വാറണ്ടിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഇവിടെ സെക്ഷൻ 35 സബ്സെക്ഷൻ 1ൽ ഡിയിൽ പറയുന്നത്. പ്രൊക്ലൈംഡ് ഒഫൻഡേഴ്സിനെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാറണ്ടിന്റെ ആവശ്യമില്ല. ഇനി അഞ്ചാമതായിട്ട് എന്താ പറയുന്നത് നോക്കാം. ഇനി അഞ്ചാമതായിട്ട് പറയുന്നത് ഒരാൾ മോഷണ മുതൽ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു വസ്തു കൈവശം വെക്കുകയാണെങ്കിൽ അയാളെ വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ ഈ എന്ന് പറയുന്ന സബ്സെക്ഷന്റെ അകത്താണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഒരാള് മോഷ്ടിച്ചത് എന്ന് സംശയിക്കപ്പെടുന്ന ഒരു വസ്തു കൈവശം വെക്കുകയാണെങ്കിൽ അതിന്റെ ബേസിൽ അയാളെ വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മോഷണം മുതൽ കൈവശം വെച്ചാൽ മാത്രം പോരാ, ആ മോഷണവുമായി ബന്ധപ്പെട്ട്, അതായത് ആ കൈവശം വെക്കുന്ന വസ്തുവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കേസ്, ഒഫൻസുമായും അയാൾക്ക് ബന്ധം ഉണ്ടാവണം. അത്തരത്തിൽ ബന്ധമുണ്ട് എന്ന് സസ്പെക്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് വാറണ്ട് ഇല്ലാണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത്
വാറണ്ട് ഇല്ലാണ്ട് പോലീസ് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട 5ാമത്തെ കാര്യമാണ് ഒരാൾ ഒരു മോഷണം മുതൽ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു വസ്തു കൈവശം വെക്കുന്നു. അത് എന്ത് വസ്തു ആയിക്കോട്ടെ, അത് കൈവശം വെച്ചു കഴിഞ്ഞാൽ കൈവശം വെക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ആ ഒഫൻസുമായും അയാൾക്ക് ബന്ധമുണ്ട്, ആ കയ്യിലുള്ള വസ്തുവുമായി ബന്ധപ്പെട്ടുള്ള ഒഫൻസിലും അയാൾക്ക് പങ്കുണ്ട് എന്ന് പോലീസ് സസ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മുടെ നിയമത്തിലൊക്കെ മോഷണം മുതൽ കൈവശം വെക്കുന്നതും ഒക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് ആവശ്യമില്ലാത്തത്. ഇനി 6ാമതായിട്ട് പറയുന്നത്, ഒരാള് പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അയാളെ വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നത് മാത്രമല്ല അവിടെ പറയുന്നത്, പോലീസിന്റെ ലോഫുൾ ആയിട്ടുള്ള കസ്റ്റഡിയിൽ നിന്ന് ഒരാളെ എസ്കേപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, രക്ഷപ്പെട്ട് ഓടിക്കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അയാളെ പിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാറണ്ടിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ, പോലീസ് അവരുടെ ഡ്യൂട്ടി എക്സിക്യൂഷൻ നടത്തുന്ന സമയത്ത് അതിനെ ഒബ്സ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് രക്ഷപ്പെട്ട് ഓടിക്കഴിഞ്ഞാൽ, പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ പോലീസിന് അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ വാറണ്ടിന്റെ ആവശ്യം ഇല്ല എന്നാണ് സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 1 F പറയുന്നത്. ഇനി ജി പറയുന്നത്, ഒരാൾ ആർമഡ് ഫോഴ്സസിൽ നിന്നൊക്കെ ഓടിപ്പോന്നിട്ട് ഒളിയിൽ താമസിക്കുകയാണെങ്കിൽ, ഡെസേർട്ടർ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലീസിന് വാറണ്ടിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ആർമഡ് ഫോഴ്സസിൽ നിന്നും ഒരാൾ ഡെസേർട്ടർ ആയിട്ട് ഒളിച്ചോടിയൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ഒളിവിൽ താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അവിടെ നിന്ന് ഓടിപ്പോന്ന് താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അയാളാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലീസിന് വാറണ്ടിന്റെ ആവശ്യമില്ല എന്നാണ് ജിയിൽ പറയുന്നത്. ഇനി നമുക്ക് H നോക്കാം. അപ്പൊ H പറയുന്നത്, ഒരു പേഴ്സൺ ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ട് ഒരു കുറ്റകൃത്യം ചെയ്തു. ആ കുറ്റകൃത്യം ഓഫൻസ് അയാൾ ഇന്ത്യക്കകത്താണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ അത് പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്, അയാളെ ശിക്ഷിക്കുകയും ചെയ്യും. പക്ഷെ അയാൾ ഇന്ത്യക്കകത്തല്ല ചെയ്തത്, ഇന്ത്യക്ക് പുറത്താണ് ചെയ്തത്, പക്ഷെ അയാൾ ഇപ്പൊ ഇന്ത്യയിലുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസിന് വാറണ്ടിന്റെ ആവശ്യമില്ല. അയാളെ അറസ്റ്റ് ചെയ്തിട്ട് അയാൾ എവിടെ നിന്നാണോ വന്നത്, ഏത് രാജ്യത്താണോ ആൾ കുറ്റകൃത്യം ചെയ്തത്, അങ്ങോട്ടേക്ക് അയാളെ കൈമാറാനൊക്കെ പറ്റും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഇവിടുത്തെ പോലീസിനുണ്ട് എന്നാണ്, വാറണ്ടിന്റെ ആവശ്യമില്ല എന്നാണ് Hന്റെ അകത്ത് പറയുന്നത്. അപ്പൊ എ പേഴ്സൺ ഇൻവോൾവ് ഇൻ ആൻ ആക്ട് ഔട്ട്സൈഡ് ഇന്ത്യ, ആക്ട് നടന്നത് ഇന്ത്യക്ക് പുറത്താണ്, which would be an offense if he has done the same in India. അത് അയാൾ ഇന്ത്യയിലാണ് അത് ചെയ്തതെങ്കിൽ അത് ഇവിടെ കുറ്റകൃത്യമാണ്. പക്ഷെ ഇന്ത്യയിലല്ല ചെയ്തത്, പുറത്താണ് ചെയ്തത്. പക്ഷെ അയാൾ ഇപ്പൊ എവിടെ ഉണ്ട്, ഇന്ത്യക്ക് അകത്തുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ ഇവിടെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അയാളെ വാറണ്ടി ഇല്ലാണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അയാളെ കൈമാറ്റം ചെയ്യുക, അത്തരത്തിലുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇവിടെ വിചാരണ നടത്തുക, അത്തരത്തിലുള്ള രീതിയിലേക്ക് പിന്നെ അത് പോകാവുന്നതാണ്. അങ്ങനെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വാറണ്ടിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് Hന്റെ അകത്ത് സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 1 Hന്റെ അകത്ത് പറയുന്നത്. അതായത് പോലീസിന് എപ്പോഴൊക്കെയാണ് വാറണ്ടി ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് നമ്മൾ Hൽ പറഞ്ഞ കാര്യം ഇതാണ്. അപ്പൊ സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 1 നമ്മൾ 8 കാര്യങ്ങൾ പഠിച്ചു. ഇനി 2 കാര്യങ്ങളും കൂടെ നോക്കാനുണ്ട്. വാറണ്ടി ഇല്ലാണ്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 സാഹചര്യങ്ങളും കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. I and J ആണ്. അപ്പൊ അതിൽ എന്താ പറയുന്നത്, എ റിലീസ്ഡ് കൺവിക്ട് commits breach of any rule made under section 394 subsection 5. 394 subsection 5ൽ പറയുന്നത് പ്രകാരം ഒരു റിലീസ്ഡ് കൺവിക്ട് എന്ന് പറഞ്ഞാൽ കോടതി ശിക്ഷിച്ച ഒരാളാണ്. ഒരു കുറ്റകൃത്യത്തിന് ഒരു കോടതി ശിക്ഷിക്കുന്ന ആളെയാണ് കൺവിക്ട് എന്ന് പറയുന്നത്. അങ്ങനെ ശിക്ഷിച്ച ആള് ആ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം എന്തെങ്കിലും ബ്രീച്ച് എന്ന് പറഞ്ഞാൽ അയാൾ പാലിക്കേണ്ടുന്ന ഏതെങ്കിലും റൂളുമായി ബന്ധപ്പെട്ട ഒരു ബ്രീച്ച്, അതിന്റെ ലംഘനം നടത്തി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അയാളെ പിന്നീട് അറസ്റ്റ് ചെയ്യാൻ വാറണ്ടിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത്, ഒരു റിലീസ്ഡ് കൺവിക്ട് ആയിട്ടുള്ള ആളെയും വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റും. അയാൾ റിലീസിന് ശേഷം ഒരു ബ്രീച്ച് ഓഫ് എനി റൂൾ മെയ്ഡ് അണ്ടർ സെക്ഷൻ 394 സബ്സെക്ഷൻ 5ൽ പറയുന്ന ഒരു റൂളിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ബ്രീച്ച് അയാൾ നടത്തി കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോലീസിന് വാറണ്ടിന്റെ ആവശ്യമില്ല. അയാളെന്ന് പറഞ്ഞാൽ അയാളൊരു റിലീസ്ഡ് കൺവിക്ട് ആണ്, ശിക്ഷ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ള ഒരാളാണ്. അത്തരത്തിലുള്ള ആളുകളെയും വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ഇവിടെ 9th പോയിന്റ് ആയിട്ട് നമ്മൾ സെക്ഷൻ 35ൽ പഠിച്ചത്. ഇനി സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 1 അവസാനത്തെ പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ പോലീസിന് വാറണ്ട് ഇല്ലാണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 10ാമത്തെ സാഹചര്യമാണ് നമ്മൾ നോക്കുന്നത്. ജയിൽ പറയുന്നത്,
റിക്വസിഷൻ ഫ്രം അനദർ പോലീസ് ഓഫീസർ ആണ്. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ഒരു റിക്വസിഷൻ, ഒരു റിക്വസ്റ്റ് കിട്ടി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അയാളെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടിന്റെ ആവശ്യമില്ല. കാരണം അയാൾ ചെയ്ത കുറ്റകൃത്യം അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒഫൻസ്, ക്രൈം എന്ന് പറഞ്ഞാൽ അത് വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അധികാരപ്പെട്ട കുറ്റകൃത്യമാണ് അയാൾ ചെയ്തത് എന്നുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓറലിയോ അല്ലെങ്കിൽ റൈറ്റിംഗിലോ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഉദ്യോഗസ്ഥന് അത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം എറണാകുളത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കേസ് അന്വേഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ആളിരിക്കുന്നത് ബാംഗ്ലൂർ ആണെന്ന് കരുതുക. അപ്പൊ ബാംഗ്ലൂരിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനോട് എറണാകുളത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ, ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ്. അപ്പൊ അവിടെ വാറണ്ട് ആവശ്യമില്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ റിക്വസ്റ്റ് പ്രകാരം, റിക്വസ്റ്റ് മാത്രം കണക്കിലെടുത്ത് വാറണ്ട് ഇല്ലാണ്ട് തന്നെ ആ പ്രതിയെ ബാംഗ്ലൂരുള്ള പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അയാൾ ചെയ്ത കുറ്റകൃത്യം ഒരു വാറണ്ട് ആവശ്യമില്ല, അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് ആവശ്യമില്ലാത്ത ഒരു കൈൻഡ് ഓഫ് കുറ്റകൃത്യമാണ്. അപ്പൊ അയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള 10 സാഹചര്യങ്ങളിലാണ് പോലീസിന് വാറണ്ട് ഇല്ലാണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അധികാരമുള്ളത് എന്നാണ് സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 1ൽ പറയുന്നത്. സെക്ഷൻ 35 എപ്പോഴാണ് പോലീസിന് വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ആളുകളെ എന്നതിനെ സംബന്ധിക്കുന്ന ഒരു സെക്ഷൻ ആണ്. അപ്പൊ അതിന്റെ സബ്സെക്ഷൻ 1ലാണ് ഇതുമായി ബന്ധപ്പെട്ട 10 കാര്യങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് സബ്സെക്ഷൻ 2 മുതൽ 7 വരെ ഉള്ളതുണ്ട്. അത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുക എപ്പോഴാന്നുള്ള സാഹചര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്സെക്ഷൻ 1ൽ തന്നെയാണ്. അപ്പൊ ഈ സബ്സെക്ഷൻ 1ൽ പറയുന്ന ഈ 10 കാര്യങ്ങൾ, 10 സാഹചര്യങ്ങൾ ഉണ്ടല്ലോ വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ആ 10 സാഹചര്യങ്ങളുടെ ഒരു ഷോർട്ട് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ ഒരു റെഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കിയിട്ട് അതിലൂടെ നമുക്കത് ഓർക്കാൻ വേണ്ടി സാധിക്കുമോ എന്ന് നോക്കാം. ഈ ക്ലാസ് കുറച്ച് ലെങ്തി ആയിരിക്കും എന്ന് അറിയാം. പക്ഷെ നമ്മൾ ഈ സെക്ഷൻ ഒറ്റ വീഡിയോയിൽ ഈ ഒരു സെക്ഷൻ പഠിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഹിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള 10 പോയിന്റ്സ് നോക്കാം. അപ്പൊ വാറണ്ടി ഇല്ലാണ്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 10 സാഹചര്യങ്ങൾ സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 1ൽ എ മുതൽ ജെ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള വേർഡ്സിലൂടെ നമ്മൾ അതിനൊന്ന് ഓർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒന്ന് പ്രസൻസ് എന്നാ കൊടുത്തേക്കണം. അവിടെ എന്താ പറയുന്നത്? പോലീസിന്റെ പ്രസൻസിൽ ഒരാളൊരു കുറ്റകൃത്യം ചെയ്യുകയാണ്, ഒരു കൊഗ്നൈസബിൾ കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് വാറണ്ടിന്റെ ആവശ്യമില്ല. ഇതാണ് പ്രസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോലീസിന്റെ പ്രസൻസിൽ കുറ്റകൃത്യം ചെയ്യുന്നു, കൊഗ്നൈസബിൾ കുറ്റകൃത്യം ചെയ്യുന്നു. രണ്ടാമതായിട്ട് എന്താ പറയുന്നത്? 7 വർഷത്തിൽ കുറവ് ശിക്ഷ കിട്ടുന്ന അല്ലെങ്കിൽ 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്യുന്നു എന്നുള്ളതിന് പോലീസിന് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ സസ്പീഷൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ബേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് രണ്ടാമതായിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് എന്താ പറയുന്നത്? 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കൊടുക്കുന്ന, അത് ഡെത്ത് പെനാൽറ്റി വരെ ആകുന്ന ശിക്ഷ കൊടുക്കുന്ന ഒരു ഒഫൻസ് ഒരാൾ ചെയ്തു എന്നുള്ള റിലയബിൾ ആയിട്ടുള്ള, ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നാലാമതായിട്ട് ഒരു പ്രൊക്ലൈംഡ് ഒഫൻഡറെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാറണ്ടിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് നാലാമതായിട്ട് പറയുന്നത്. അഞ്ചാമതായിട്ട് പറയുന്നത് ഒരാൾ ഒരു സ്റ്റോളൻ പ്രോപ്പർട്ടി പൊസഷനിൽ വെക്കുകയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അയാൾക്ക് ഒരു ബന്ധം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടിന്റെ ആവശ്യമില്ല. അപ്പൊ സ്റ്റോളൻ പ്രോപ്പർട്ടി, സ്റ്റോളൻ എന്നുള്ള വേർഡ് വെച്ചിട്ട് നമ്മൾ അഞ്ചാമത് അതിനെ ഓർക്കുന്നു. ആറാമതായിട്ട് ഒരു പോലീസ് കസ്റ്റഡിയിൽ നിന്ന്, ലോഫുൾ ആയിട്ടുള്ള പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾ അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്തിട്ടുള്ള ആള്, അല്ലാന്നുണ്ടെങ്കിൽ പോലീസിനെ കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തുന്ന ആളുകൾ, അവരെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാറണ്ട് ആവശ്യമില്ല എന്നുള്ളതാണ് ആറാമതായിട്ട് പറയുന്നത്. ഇനി 7th പോയിന്റ് ഒരു ഡെസേർട്ടറെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആർമിയുടെ ആർമഡ് ഫോഴ്സസിൽ നിന്ന് ഒരാള് ഒളിച്ചോടി പോരുകയാണെന്നുണ്ടെങ്കിൽ അവരെ തിരിച്ച് പോലീസിനെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാറണ്ടിന്റെ ആവശ്യമില്ല. ഡെസേർട്ടർ എന്നുള്ള വേർഡിലൂടെ അതിനെ ഓർത്തു വെക്കുന്നു. എത്ര പറഞ്ഞു? 7 പറഞ്ഞല്ലേ. 8th വൺ എന്ന് പറഞ്ഞാല് ഒരാൾ ഇന്ത്യക്ക് പുറത്തൊരു കുറ്റകൃത്യം ചെയ്തു, പക്ഷെ ആ കാര്യം അയാൾ ചെയ്തത് ഇന്ത്യക്ക് അകത്താണ് എന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഒരു ഒഫൻസ് ആണ്. അപ്പൊ ഇന്ത്യയിൽ അയാൾ അറസ്റ്റ് മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാറണ്ടിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ 8ാമതായിട്ട് പഠിച്ചത്. 9th വൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ഒഫൻസ് കൺവിക്ട് ചെയ്ത ആള്, അയാൾ അതിനുശേഷം അയാളെ റിലീസ് ചെയ്തു, അയാളെ കൺവിക്ഷൻ ഒക്കെ കഴിഞ്ഞു, റിലീസ് ചെയ്തതിനു ശേഷം അയാൾ ഒരു ബ്രീച്ച് ഓഫ് റൂൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രീച്ചിന്റെ പേരിൽ അയാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വാറണ്ടിന്റെ ആവശ്യമില്ല. ഇതാണ് 9ാമത്തെ കാര്യം. 10ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് നിന്ന് ഒരു റിക്വസ്റ്റ് കിട്ടി, ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഒരാൾ അയാളുടെ പരിധിയിൽ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ റിക്വസിഷനെ ബേസ് ചെയ്തുകൊണ്ട് വാറണ്ട് ഇല്ലാണ്ട് അയാൾ അറസ്റ്റ് ചെയ്യാൻ ഈ റിക്വസിഷൻ കിട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ട് എന്ന് പറയുന്ന കാര്യമാണ് 10ാമത്തത്. അപ്പൊ ഈ 10 കാര്യങ്ങൾ ആണ് പോലീസിന് വാറണ്ട് ഇല്ലാണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന 10 അധികാരങ്ങളായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ 10 സാഹചര്യങ്ങളായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഈ സാഹചര്യങ്ങളിലൊക്കെ പോലീസിന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതാണ് സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 1ൽ എ മുതൽ ജെ വരെ പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് സബ്സെക്ഷൻ 2 മുതൽ സബ്സെക്ഷൻ 7 വരെ പഠിക്കണം. അതിലേക്ക് പോകാം.
പോലീസ് അറസ്റ്റ് മേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങളാണ് സബ്സെക്ഷൻ 2 മുതൽ 7 വരെ ഡീൽ ചെയ്യുന്നത്. സബ്സെക്ഷൻ 2 പറയുന്നത് എന്താ വെച്ചാൽ ഒരു നോൺ കോഗ്നിസബിൾ ഒഫൻസ് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ പോലീസിനെ അയാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വാറണ്ട് നിർബന്ധമാണ്, അല്ലെങ്കിൽ ഒരു കോടതിയുടെ ഓർഡർ നിർബന്ധമാണ്, മജിസ്ട്രേറ്റിന്റെ ഓർഡർ നിർബന്ധമാണ്. അത്തരത്തിൽ കോടതിയുടെ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഓർഡറോ വാറണ്ടോ ഇല്ലാണ്ട് ഒരിക്കലും ഒരു നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു കേസ് ചെയ്തു കഴിഞ്ഞാൽ, ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരം ഇല്ല എന്നാണ് സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 2 പറയുന്നത്. എക്സെപ്റ്റ് ആസ് പ്രൊവൈഡഡ് ഇൻ സെക്ഷൻ 39. സെക്ഷൻ 39ൽ പറയുന്നത് ഒഴിച്ച്, അത് ഒഴികെ മറ്റൊരു സാഹചര്യത്തിലും ഒരു നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ചെയ്യുന്ന ഒരാളെ പോലീസിന് വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ സെക്ഷൻ 39ൽ പറയുന്നത് പ്രകാരമുള്ള സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യാം നോൺ കോഗ്നൈസബിൾ ഒഫൻസിനും, പക്ഷെ അത് ഒഴികെയുള്ള സാഹചര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ് സെക്ഷൻ 39 എന്ന് നോക്കുന്ന സമയത്ത് സെക്ഷൻ 39 പറയുന്നത് ഒരാൾ ഒരു നോൺ കോഗ്നൈസബിൾ കുറ്റകൃത്യം ചെയ്തു എന്ന് സംശയിക്കുന്നു, പക്ഷെ പോലീസ് അയാളോട് അയാളുടെ ഐഡന്റിറ്റി ചോദിക്കുന്ന സമയത്ത് അയാളുടെ പേരോ അയാളുടെ അഡ്രസ്സോ പറഞ്ഞു കൊടുക്കാൻ വിസമ്മതിക്കുന്ന ഘട്ടത്തിൽ അത് കിട്ടുന്നത് വരെ അയാളെ കസ്റ്റഡിയിൽ വെക്കാനുള്ള, അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസിന് സെക്ഷൻ 39 കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സെക്ഷൻ 39ൽ പറയുന്നത് പ്രകാരമുള്ള ഒരു നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്തു, പക്ഷെ അയാൾ പേരോ അഡ്രസ്സോ ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ അത് കിട്ടുന്നത് വരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി പോലീസിന് പറ്റും. അത് കിട്ടുന്ന മുറയ്ക്ക് അയാളെ ബെയിലിൽ വിടണം എന്നൊക്കെ സെക്ഷൻ 39ൽ പറയുന്നുണ്ട്. അപ്പം അതൊഴികെയുള്ള മറ്റൊരു സാഹചര്യത്തിലും നോൺ കോഗ്നൈസബിൾ കേസ് ആയിട്ടുള്ള ഒരു കുറ്റകൃത്യം, ഒഫൻസ് ആയിട്ടുള്ള ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോടതിയുടെ വാറണ്ട് ഇല്ലാണ്ട് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഇല്ലാണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസിന് അധികാരമില്ല എന്നാണ് സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 2 പറയുന്നത്. അത് സിമ്പിൾ ആയിട്ട് ഓർക്കാൻ വേണ്ടി ലാസ്റ്റ് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ ആകത്തുക. നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ഈക്വൽ ടു വാറണ്ട് നീഡഡ്. നോൺ കോഗ്നൈസബിൾ ഒഫൻസിൽ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാറണ്ട് ആവശ്യമുണ്ട്. വാറണ്ട് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആകെ ഒരു ചെറിയ എക്സെപ്ഷൻ സെക്ഷൻ 39ൽ പറയുന്ന കാര്യമാണ്. മനസ്സിലായല്ലോ? ഇതാണ് സബ്സെക്ഷൻ 2. ഈ സബ്സെക്ഷൻ 3 നമുക്ക് നോക്കാം. ഇനി സബ്സെക്ഷൻ 3 പറയുന്നത് എന്താ നോക്കുന്ന സമയത്ത് സബ്സെക്ഷൻ 3 പറയാണ് പോലീസിന് സബ്സെക്ഷൻ 1 പ്രകാരം അറസ്റ്റ് ചെയ്യാൻ അധികാരപ്പെട്ട, വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ അധികാരപ്പെട്ട ഒരു വിഷയത്തിന്റെ അകത്ത്, ഒരു ഒഫൻസിന്റെ അകത്ത് പോലീസ് തീരുമാനിക്കുകയാണ് അയാളുടെ, ആ പ്രതിയായിട്ടുള്ള ആളുടെ അറസ്റ്റ് ആവശ്യമില്ല, അറസ്റ്റ് ഈസ് നോട്ട് റിക്വയർഡ് എന്ന് പോലീസിന് ബോധ്യമാവുകയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പകരം എന്ത് കൊടുത്താൽ മതി? അയാൾക്ക് ഒരു നോട്ടീസ് കൊടുത്താൽ മതി. ഒരു പ്രത്യേക ഡേറ്റിൽ പ്രത്യേക സ്ഥലത്ത് ഹാജരാവാൻ പറഞ്ഞുകൊണ്ട് പോലീസ് അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസിന് അയാൾക്ക് ഒരു നോട്ടീസ് കൊടുത്താൽ മതി എന്ന് പറയുന്ന കാര്യമാണ് സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 3ൽ പറയുന്നത്. വായിച്ചു നോക്കുകയാണെങ്കിൽ ഇൻ ഓൾ കേസസ് ഫോർ ദി അറസ്റ്റ് ഓഫ് എ പേഴ്സൺ ഈസ് നോട്ട് റിക്വയർഡ്. ഒരു വ്യക്തിയുടെ അറസ്റ്റ്, അയാൾ ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആൾ തന്നെയാണ്, അയാൾ അതിൽ പ്രതിയായിരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളാണ്, പക്ഷെ അയാളുടെ അറസ്റ്റ് റിക്വയർഡ് അല്ല, ആവശ്യമില്ല എന്ന് പോലീസിന് തോന്നുകയാണെങ്കിൽ ദ പോലീസ് ഓഫീസർ ഷാൾ ഇഷ്യൂ എ നോട്ടീസ് ഡയറക്ടിങ് ദ പേഴ്സൺ. അയാൾക്ക് ഒരു നോട്ടീസ് കൊടുത്താൽ മതി പോലീസ്. അപ്പം ആർക്കാണ് കൊടുക്കുന്നത്? അയാൾക്ക് അതിലൊരു കംപ്ലൈന്റ് ഉണ്ടാവും ഒരു പക്ഷെ, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സസ്പീഷൻ ഉണ്ടാവും അയാൾ ഒരു കുറ്റകൃത്യം ചെയ്തു, ഇതിനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ പോലും അയാളുടെ അറസ്റ്റ് മാൻഡേറ്ററി അല്ല എന്ന് പോലീസിന് തോന്നുന്ന ഘട്ടത്തിൽ പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻസ്റ്റഡ് അയാൾക്കൊരു നോട്ടീസ് കൊടുത്താൽ മതി. അങ്ങനെ നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് ആ നോട്ടീസിന്റെ അകത്ത് ആസ്കിങ് ഹിം ടു അപ്പിയർ ബിഫോർ ഹിം, ആ നോട്ടീസ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ ഹാജരാവാൻ പറയേ, അല്ലെങ്കിൽ അറ്റ് എ സ്പെസിഫൈഡ് പ്ലേസ്, ആ നോട്ടീസിൽ പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് ഹാജരാവുകയും പറയുകയും ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ എല്ലാ കേസുകൾക്കകത്തും പോലീസിന് അറസ്റ്റ് മേക്ക് ചെയ്യണം നിർബന്ധമില്ല. അറസ്റ്റ് ആവശ്യമില്ല എന്ന് പോലീസിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, പ്രതിയാണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യാണ്ട് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി പോലീസിന് സാധിക്കും. അങ്ങനെ പോലീസ് നോട്ടീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അറസ്റ്റിന് പകരം പോലീസ് നോട്ടീസ് കൊടുക്കുന്ന കാര്യമാണ് സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 3ൽ പറയുന്നത്. അപ്പൊ നോട്ടീസ് ഇൻസ്റ്റെഡ് ഓഫ് അറസ്റ്റ്, അവിടെ റെഡ് ആക്കി എഴുതി കൊടുത്ത് കണ്ടില്ലേ? നോട്ടീസ് ഇൻസ്റ്റെഡ് ഓഫ് അറസ്റ്റിന് പകരം നോട്ടീസ് കൊടുക്കുന്നു. ഇതും ഒരു രീതിയാണ്. അപ്പം ഇതാണ് സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 3. ഇനി സബ്സെക്ഷൻ 4 എന്താ പറയുന്നത് നോക്കാം. ഇനി സബ്സെക്ഷൻ 4 പറയുന്നത് അത്തരത്തിലൊരു പേഴ്സണ് സബ്സെക്ഷൻ 3 പ്രകാരം പോലീസ് ഒരു നോട്ടീസ് കൊടുത്തു, അയാൾക്ക് ആ നോട്ടീസ് അയാൾ സ്വീകരിച്ചു എന്നിരിക്കെ ആ നോട്ടീസിന്റെ അകത്ത് പറയുന്ന ടേംസ് പാലിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. അതിനകത്ത് എന്ത് ടേംസ് ഉണ്ടാവുക? ഇന്ന ദിവസം, ഏത് ഡേറ്റ് ആണോ ആ ദിവസം ആ പറയുന്ന സ്ഥലത്ത് ആ ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ ഹാജരാകുക എന്നുള്ളതാണ് ആ നോട്ടീസിന്റെ അകത്ത് ഉണ്ടാവുക. പ്ലസ് അതിന്റെ അകത്ത് എന്തും കൂടെ ഉണ്ടാവും. നമ്മൾ അത്തരത്തിലുള്ള നോട്ടീസ് ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് അയാളെ വിളിപ്പിച്ചിട്ടുള്ളത്, ആ കേസിന്റെ അകത്ത് എന്തൊക്കെ എന്ന് പറഞ്ഞാൽ ആ കേസിന്റെ നമ്പർ, അത് ഏത് കോടതിയിലാണ് ആ കേസ് പെൻഡിങ് ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ ക്രൈം നമ്പർ കോടതിയിലേക്ക്
FIR വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അത് ഏത് ക്രൈമുമായി ബന്ധപ്പെട്ടതാണ്, ക്രൈം നമ്പർ എത്രയാണ്, അതായത് FIR നമ്പർ എത്രയാണ്, അത് അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ള സെക്ഷനുകൾ ഏതൊക്കെയാണ്, ഏത് നിയമത്തിന്റെ ഏത് സെക്ഷനുകളാണ് ഉൾപ്പെട്ടത്, അല്ലെങ്കിൽ കോടതിയാണെങ്കിൽ ഏത് കോടതിയിലാണ് ആ കേസ് പെൻഡിങ് ഉള്ളത്, ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ആ നോട്ടീസിന്റെ അകത്ത് ഉണ്ടായിരിക്കണം. അതായത് ഇന്ന കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട്, ആയതിലേക്ക് ഇന്ന ദിവസം ഇന്ന സമയത്ത് എനിക്ക് എൻ്റെ ഓഫീസ് മുമ്പാകെ ഹാജരാവുക എന്നുള്ള രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കും ആ നോട്ടീസിന്റെ അകത്ത് ഉണ്ടാവുക. അപ്പൊ ആ നോട്ടീസ് സ്വീകരിക്കുന്ന ആളുടെ ഉത്തരവാദിത്തം, ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ നോട്ടീസിന്റെ അകത്ത് പറയുന്ന ടേംസ് പാലിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ടേംസ് പാലിക്കാൻ അയാളുടെ മേലെ ഉത്തരവാദിത്തം കൊടുക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 4 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, സിമ്പിൾ ആണ്. സബ്സെക്ഷൻ 4ന്റെ ബാക്കിയായിട്ട് തന്നെയാണ് സബ്സെക്ഷൻ 5ഉം പറയുന്നത്. സബ്സെക്ഷൻ 5 പറയുന്നത് അത്തരത്തിലൊരു വ്യക്തിക്ക് നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് അയാൾ നോട്ടീസ് സ്വീകരിച്ചു, നോട്ടീസിന്റെ അകത്തുള്ള ടേംസ് പാലിക്കുക എന്നുള്ളതാണ് അയാളുടെ ഡ്യൂട്ടി എന്നാണ് നമ്മൾ 4ൽ പഠിച്ചത്, സബ്സെക്ഷൻ 4ൽ പഠിച്ചത്. 5ൽ പറയുന്നത് അത്തരത്തിൽ ആ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ അയാൾ പാലിച്ചു, അയാൾ കംപ്ലൈ ചെയ്തു, അതിന്റെ അകത്ത് പറയുന്ന ദിവസം പറയുന്ന സ്ഥലത്തൊക്കെ അയാൾ ഹാജരായി, അതുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലും അയാൾ സഹകരിക്കുന്നുണ്ട്, കേസിന് ഇൻവെസ്റ്റിഗേഷനുമായി സഹകരിക്കുന്നു, നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അയാളെ പിന്നെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 5ന്റെ അകത്ത് പറയുന്നത്. പക്ഷെ പോലീസിന് ഒരു ഘട്ടത്തിൽ തോന്നുകയാണ് അയാൾ അറസ്റ്റ് ആവശ്യമാണ്, അതിന് വിരുദ്ധമായിട്ട് അയാൾ ഇതെല്ലാം പാലിക്കുന്നുണ്ട്, എന്നാലും അയാളുടെ അറസ്റ്റ് ആവശ്യമാണ് എന്ന് പോലീസിന് തോന്നുന്ന മുറയ്ക്ക് അറസ്റ്റ് ചെയ്യാം. അങ്ങനെ തോന്നുന്ന മുറയ്ക്ക് അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ള റീസണും കൂടെ പോലീസ് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. അതായത് നോർമൽ കേസിൽ ഒരാൾക്ക് നോട്ടീസ്, അറസ്റ്റ് ആവശ്യമില്ലാത്ത ഘട്ടത്തിൽ ഒരാൾക്ക് നോട്ടീസ് കൊടുക്കുന്നു, നോട്ടീസ് കൊടുത്താൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ പാലിക്കുക എന്നുള്ളത് അത് സ്വീകരിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന സമയത്ത് പോലീസ് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് എത്തിച്ചേരുക, അന്വേഷണവുമായിട്ട് സഹകരിക്കുക എന്നുള്ളത് അയാളുടെ ഡ്യൂട്ടിയാണ്. അങ്ങനെ അയാൾ സഹകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ പിന്നെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് സബ്സെക്ഷൻ 5ന്റെ അകത്ത് പറയുന്നത്. വായിച്ചു നോക്കാം. If such a person complies and continues to comply with the notice, he shall not be arrested. പിന്നെ അയാൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല വിത്ത് റെസ്പെക്ട് ഓഫ് ദാറ്റ് ഒഫൻസ്. ആ ഒഫൻസുമായി ബന്ധപ്പെട്ട്, അതായത് ആ നോട്ടീസിൽ പറയുന്ന ഒഫൻസ് ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് അയാൾക്ക് നാളെ വേറൊരു കേസ് വരിക, അയാൾക്കെതിരെ വേറൊരു FIR വരികയാണെങ്കിൽ അത് പാലിക്കേണ്ടെന്നല്ല പറയുന്നത്. ഈ കേസിന്റെ അകത്ത്, അതായത് നോട്ടീസ് കൊടുത്ത കേസിന്റെ അകത്ത് പിന്നെ അയാൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അൺലെസ് ദ പോലീസ് റെക്കോർഡ് റീസൺസ് ഷോയിങ് ദ അറസ്റ്റ് ഇസ് നെസസറി. അല്ലാണ്ട് പോലീസിന് അറസ്റ്റ് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം, പക്ഷെ അതിന്റെ റീസൺസ് പോലീസ് റെക്കോർഡ് ചെയ്യണം എന്നാണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം എന്നാണ് ഈ സെക്ഷന്റെ അകത്ത് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ താഴെ എഴുതി വെച്ച് തന്നെയാണ് അതിന്റെ ഒരു പൾപ്പായിട്ടുള്ള കാര്യം. ഇഫ് പേഴ്സൺ ഒബേസ് നോട്ടീസ് നോ അറസ്റ്റ് ഈസ് നീഡഡ്. അറസ്റ്റിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി സബ്സെക്ഷൻ 6ലേക്ക് പോകാം. അപ്പൊ സബ്സെക്ഷൻ 6 പറയുന്നത് നോട്ടീസുമായി ബന്ധപ്പെട്ട് അയാളെ സഹകരിക്കാത്ത സാഹചര്യത്തെ കുറിച്ചാണ്. നമ്മൾ തൊട്ടുമുമ്പേ പഠിച്ചത് എന്താ, നോട്ടീസ് കൊടുത്തു, നോട്ടീസുമായി ബന്ധപ്പെട്ട അയാൾ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷനുമായി കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, നോട്ടീസിൽ പറയുന്ന ദിവസം ചെല്ലുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇവിടെ തിരിച്ചാണ്, നോട്ടീസുമായി ബന്ധപ്പെട്ട് നോട്ടീസിൽ പറയുന്ന ടേംസ് ഒന്നും ഇയാൾ കംപ്ലൈ ചെയ്യുന്നില്ല, ആ പറയുന്ന സ്ഥലത്ത് വരുന്നില്ല, അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നില്ല, അങ്ങനെ അല്ലെങ്കിൽ അയാളുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, ഐഡന്റിറ്റി ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഐഡന്റിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് അയാൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അയാൾ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നല്ലേ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരാൾക്ക് നോട്ടീസ് കൊടുത്ത് അയാളൊരു സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യം ചെയ്തിട്ടാണ് അയാളെ വിളിച്ചു വരുത്തുന്നത്, അയാൾ സഹകരിക്കും എന്നോർത്താണ് നോട്ടീസ് ഒക്കെ കൊടുത്ത് അയാളെ കൊണ്ടുവരുന്നത്. പക്ഷെ അയാൾ നോട്ടീസുമായി ബന്ധപ്പെട്ട് സഹകരണം ഇല്ലാത്ത സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ അയാളെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അങ്ങനെ അറസ്റ്റ് മേക്ക് ചെയ്യുന്നതിന്റെ മുമ്പ് ആ ഒരു കോടതി ഓർഡർ അതിനു വേണ്ടി മേടിച്ചിരിക്കണം എന്നുള്ളതാണ്. അതായത് ബേസ്ഡ് ഓൺ കോമ്പിറ്റന്റ് കോർട്ട് ഓർഡർ ഓൺലി പോലീസ് ക്യാൻ അറസ്റ്റ് സച്ച് പേഴ്സൺസ്. അങ്ങനെയുള്ള ആളുകളെ ആണെങ്കിലും നോട്ടീസ് കൊടുത്ത് ഒരാൾ അറസ്റ്റ്, നോട്ടീസ് കൊടുത്തതിന് ശേഷം ഒരാൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോടതിയുടെ ഉത്തരവ് വേണം എന്നുള്ളതാണ്. അപ്പൊ കോടതി ഉത്തരവ് ഉണ്ടെങ്കിൽ നോട്ടീസ് കൊടുത്തിട്ട് നോട്ടീസ് കംപ്ലൈ ചെയ്യാത്ത ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. സോ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു ഷോർട്ട്. ഇഫ് പേഴ്സൺ ഡിസൊബേസ് പോലീസ് ക്യാൻ അറസ്റ്റ് ഹിം വിത്ത് കോർട്ട് ഓർഡർ. കോർട്ട് ഓർഡർ അവിടെ മാൻഡേറ്ററി ആണ് കേട്ടോ, കോമ്പിറ്റന്റ് കോർട്ട് ഓർഡർ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോർട്ട് ഓർഡർ ഉണ്ടെങ്കിലാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുക. അയാൾ സഹകരിക്കുന്നില്ല, നോട്ടീസിന്റെ ടേംസുമായി കംപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. ഇതാണ് സബ്സെക്ഷൻ 6ൽ പറയുന്നത്. ഇനി ഒരു സബ്സെക്ഷനും കൂടെ ഉണ്ട്, അതോടുകൂടി സെക്ഷൻ 35 അവസാനിക്കുന്നതാണ്.
അപ്പൊ സബ്സെക്ഷൻ 7 പറയുന്നത് എന്താ വെച്ചാൽ ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്യുന്നു. ആ കുറ്റകൃത്യത്തിനുള്ള പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ 3 വർഷത്തിന് താഴെ പണിഷബിൾ ആയിട്ടുള്ള ഇംപ്രിസൺമെന്റ് പറയുന്ന ഒരു കുറ്റകൃത്യമാണ് അയാൾ ചെയ്തത്. പക്ഷെ ആ വ്യക്തിയുടെ പ്രായം എന്ന് പറയുന്നത് അത് 60 വയസ്സിന് മേലെയാണ്. അല്ലെങ്കിൽ അയാൾക്ക് ആരോഗ്യ പ്രശ്നമുള്ള അസുഖബാധിതനായിട്ടുള്ള ആളാണ് അയാൾ, ഇൻഫേം പേഴ്സൺ ആണ് അയാൾ എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ആ കുറ്റകൃത്യത്തിന് അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിവൈഎസ്പി റാങ്കിൽ കുറവുള്ളതല്ലാത്ത, അതായത് അതിൽ കൂടിയ റാങ്ക് ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രയർ ആയിട്ടുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ അത്തരത്തിലുള്ള ആളുകളെ, അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് സബ്സെക്ഷൻ 7 പറയുന്നത്. അതായത് അത്തരത്തിലുള്ള ആളുകൾക്ക് 60 വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇൻഫേം ആയിട്ടുള്ള ആളുകൾക്ക് അവരൊരു കുറ്റകൃത്യത്തിന്റെ അകത്ത് പ്രതിയാവുകയാണെങ്കിൽ ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ 3 വർഷത്തിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ പോലെ, ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ പോലെയാണ് ഈ ഒരു സബ്സെക്ഷൻ പറയുന്നത്. അത്തരത്തിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിവൈഎസ്പി റാങ്കിൽ മേലെ, ഡിവൈഎസ്പി അല്ലെങ്കിൽ അതിന് മേലെ റാങ്ക് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രയർ ആയിട്ടുള്ള, മുൻകൂറായിട്ടുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് സബ്സെക്ഷൻ 7 അകത്ത് പറയുന്നത്. സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 7 അകത്ത് പറയുന്നത്. റെഡ് ആയിട്ട് കൊടുത്തു നോക്കൂ. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോർ എൽഡർലി ആൻഡ് ഇൻഫേം ഇഫ് ദേ കമ്മിറ്റ് ആൻ ഒഫൻസ് ലെസ് ദാൻ പണിഷബിൾ ലെസ് ദാൻ 3 years ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നതാണ്. മനസ്സിലായോ? 3 വർഷത്തിൽ താഴെ പണിഷബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ആള്, അയാൾക്ക് 60 വയസ്സിന് മേലെ ഉണ്ട്, അല്ലെങ്കിൽ അയാൾ ഇൻഫേം ആണ് എന്നുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവൈഎസ്പി റാങ്കിന് മേലെയുള്ള അല്ലെങ്കിൽ അതിന് മേലെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രയർ ആയിട്ടുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് സെക്ഷൻ 35. സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 1ൽ നമ്മൾ 10 കാര്യങ്ങൾ പഠിച്ചു. എപ്പോഴൊക്കെയാണ് പോലീസിന് വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള 10 കാര്യങ്ങളാണ് പഠിച്ചത്. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം സബ്സെക്ഷൻ 2 മുതൽ സബ്സെക്ഷൻ 7 വരെ നമ്മൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അധികാരങ്ങളോ അല്ലെങ്കിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റു പല മിസലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെ സബ്സെക്ഷൻ 2 മുതൽ സബ്സെക്ഷൻ 7 വരെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ ഈസി ആയിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കോഡ് വെച്ചിട്ട് അതിനെ ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റുമെന്നൊന്ന് നോക്കി നോക്കാം. അപ്പൊ സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 1നെ നമുക്ക് ഒരു വിധത്തിൽ ഓർത്ത് വെക്കാൻ വേണ്ടി സാധിക്കും. കാരണം അതിനെ നമുക്ക് കണക്ട് ചെയ്തെങ്കിലും കാര്യങ്ങളെ കണക്ട് ചെയ്ത് ഓർക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ സബ്സെക്ഷൻ 2 മുതൽ 7 വരെയുള്ളതിന് തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല. അപ്പൊ ആ ഒരു കണക്ഷൻ ഇല്ലായ്മ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കോഡ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. കോഡ് വലിയ ലോജിക്കൽ ആയിട്ടുള്ള കോഡൊന്നുമല്ല. നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ കോഡ് വെച്ച്, എനിക്ക് പേഴ്സണലി പറ്റുന്നുണ്ട്, ഈ കോഡ് വെച്ചിട്ട് ഈ സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 2 മുതൽ സബ്സെക്ഷൻ 7 വരെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റുമോ നോക്കാം. 1DOD എന്നുള്ള ഒരു കോഡാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 1DOD എന്നാണ് ഇതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. 1DOD എന്നുള്ളതാണ്. അപ്പം 1DOD എന്ന് പറയുന്നതിലൂടെ സബ്സെക്ഷൻ 2 മുതൽ 7 വരെ നമ്മൾ ഓർക്കുന്നു. വാ ഫോർ WA. WA വാ എന്ന് പറഞ്ഞാൽ അവിടെ വാറണ്ട് എന്നുള്ള വാക്കാണ് അതിലൂടെ നമ്മൾ ഓർക്കുന്നത്. വാറണ്ട് എന്ന് പറഞ്ഞാൽ സബ്സെക്ഷൻ 2ൽ എന്താ പറയുന്നത്? വാറണ്ട് ഇല്ലാണ്ട് ഒരു നോൺ കൊഗ്നീസബിൾ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് സബ്സെക്ഷൻ 2ൽ പറയുന്നത്, അല്ലേ? വാറണ്ട് ഇല്ലാണ്ട് പോലീസിന് ഒരാളെ നോൺ കൊഗ്നീസബിൾ കേസിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് സബ്സെക്ഷൻ 2ൽ പറയുന്നത്, സെക്ഷൻ 35ന്റെ. അതാണ് വാറണ്ട് എന്ന് പറഞ്ഞത്. അവിടുത്തെ ഹൈലൈറ്റിംഗ് വാക്ക് വാറണ്ട് ആണ്. വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏത് കേസിൽ? നോൺ കൊഗ്നീസബിൾ കേസിൽ. ഇതാണ് ഒന്നാമത്തെ സബ്സെക്ഷൻ 2ൽ പറയുന്നത്. നമ്മൾ ആദ്യം പറയുന്ന കാര്യം സബ്സെക്ഷൻ 2 എന്ന് പറയുന്നത്. 3 എന്താ? നോട്ടീസ് എന്ന് പറഞ്ഞാൽ 1DOD എന്നുള്ളതിൽ N ആണ്, നോട്ടീസ് ആണ് അവിടെ പറയുന്നത്. നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കേസിന്റെ അകത്ത് പോലീസിന് അറസ്റ്റ് രേഖപ്പെടുത്താൻ അധികാരമുള്ള കേസുകളാണ്. പക്ഷെ പോലീസിന് അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം അവർക്ക് നോട്ടീസ് കൊടുത്താൽ മതി. നോട്ടീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സബ്സെക്ഷൻ 3 ആയിട്ട് പറയുന്നത്, അല്ലെ? സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 3ൽ നോട്ടീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പറയുന്നത്. അറസ്റ്റ് ചെയ്യാൻ അധികാരപ്പെട്ട കേസുകൾ തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അവിടെ അറസ്റ്റ് ഒഴിവാക്കിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ നോട്ടീസ് കൊടുക്കുന്നു. നമ്മൾ പഠിച്ചാണല്ലോ. ആ നോട്ടീസ് കൊടുക്കുന്നതാണ് അവിടെ നോട്ടീസ് ആയിട്ട് പറയുന്നത്. അടുത്തതായി നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ആ നോട്ടീസ് കിട്ടുന്ന ആളുടെ ഡ്യൂട്ടി എന്താണ്? അയാളുടെ ഡ്യൂട്ടിയാണ് അടുത്തത് പറയുന്നത്. ഡ്യൂട്ടി എന്താണ്? നോട്ടീസിൽ പറയുന്ന ടേംസ് കംപ്ലൈ ചെയ്യുക, അത് പ്രകാരം പറയുന്ന സ്ഥലത്ത് പറയുന്ന ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകുക എന്നുള്ളതല്ലേ നോട്ടീസ് കിട്ടുന്ന ആളുടെ ഡ്യൂട്ടി. അതാണ് മൂന്നാമതായിട്ട് സബ്സെക്ഷൻ 4ന്റെ അകത്ത് പറയുന്നത്. അടുത്തത് ആ ഡ്യൂട്ടി അയാൾ ഒബേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ നോട്ടീസിൽ പറയുന്ന ടേംസ് അയാൾ കംപ്ലൈ ചെയ്യാണ്, അവിടെ ഒബീഡിയൻസ് ഉണ്ടാവുകയാണ്, ഒബേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി അയാൾ ഡിസൊബേ ചെയ്യുകയാണെങ്കിൽ, അയാൾ നോട്ടീസിൽ പറയുന്ന ടേംസ് അയാൾ ഒബേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനൊരു
കോമ്പീറ്റന്റ് കോടതിയുടെ ഓർഡർ ഉണ്ടായാൽ മതി എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് അടുത്തതായിട്ട് വരുന്നത്. അപ്പൊ അതാണ് ഡി, ഡിസൊബീഡിയൻസ്. വണ്ടി ഓടി എന്നുള്ളതിന്റെ ഡി എന്ന് പറഞ്ഞാൽ ഡി ഐ ആണ്. അവിടെ രണ്ട് ഡി വരുന്നതുകൊണ്ടാണ് ഒന്ന് ഡി വൈ ഒന്ന് ഡി ഐ യു ആക്കിയേക്കുന്നത്. അപ്പൊ വണ്ടി എന്നുള്ളതിന് കറക്റ്റ് വൺ ഡി, ഡി വൈ. ഡ്യൂട്ടി, ഡി വൈ ഫോർ ഡ്യൂട്ടി. രണ്ടാമത്തെ ഓഡിയിൽ ഒന്ന് ഒബേ, രണ്ട് ഡി, ഡി ഐ ഡിസൊബീഡിയൻസ് ആണ്. ഇ ഫോർ എൽഡർലി എന്ന് പറഞ്ഞാൽ പ്രായം കൂടിയ ആളുകൾ, 60+ ഏജ് ഉള്ള ആളുകൾ ഒരു 3 വർഷത്തിന് താഴെ പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ, അയാൾ ഇൻഫേം ആണെന്നുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവൈഎസ്പിയുടെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ റാങ്ക് ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രയർ ആയിട്ടുള്ള പെർമിഷൻ വേണം എന്നുള്ള കാര്യമാണല്ലോ നമ്മൾ അവസാനം പഠിച്ചത്. അതാണ് ഈ എൽഡർ ആയിട്ടുള്ള ആളുകളുടെ കാര്യത്തിലെ കാര്യമാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതാണ് ഈ ഒരു എന്താ പറയാ 6 വേർഡ്സ് ആണ്. ഈ 6 വേർഡ്സിലൂടെ സെക്ഷൻ 35ന്റെ സബ്സെക്ഷൻ 2 മുതൽ സബ്സെക്ഷൻ 7 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ ഓർക്കാൻ വേണ്ടി പറ്റും. എനിക്ക് പേഴ്സണലി പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ കോഡ് വെച്ചിട്ട് നിങ്ങൾ 1-2 പ്രാവശ്യം ഇത് പറഞ്ഞു നോക്കുക. നിങ്ങൾ ആദ്യം ഈ സെക്ഷൻ നന്നായിട്ട് പഠിക്കുക, സെക്ഷൻ സബ്സെക്ഷൻ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം ഈ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഓർഡറിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യം വാറന്റ് ആണ്. വാറന്റ് എന്ന് പറഞ്ഞാൽ വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമതായിട്ട് N ആണ് നമ്മൾ പറയുന്നത് അല്ലെ, നോട്ടീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് DY ഫോർ ഡ്യൂട്ടി, നോട്ടീസ് കിട്ടിയ ആളുടെ ഡ്യൂട്ടി ആണ്. പിന്നെ അയാളത് ഒബേ ചെയ്യുന്നതാണ് നാലാമത്. അത് കഴിഞ്ഞിട്ട് അയാൾ ഡിസൊബേ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അടുത്ത എൽഡർലി ആയിട്ടുള്ള ആളുടെ കാര്യമാണ് നമ്മൾ ലാസ്റ്റ് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ സെക്ഷൻ 35 ഒരു വലിയ ഏരിയ ആയിരുന്നു, വലിയൊരു സെക്ഷൻ ആണ്. പക്ഷെ നമ്മൾ അതിന്റെ 7 സബ്സെക്ഷനും വൃത്തിയായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ വരും ദിവസങ്ങളിൽ നമ്മൾ സെക്ഷൻ 35ന് ശേഷം അറസ്റ്റ് ഓഫ് പേഴ്സൺസിൽ വരുന്ന ബാക്കി സെക്ഷൻസ് ഒക്കെ നോക്കുന്നതാണ്. ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, ഞങ്ങളെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള മറ്റ് ആളുകൾ ഉണ്ടാവുമല്ലോ ഇതുപോലെയുള്ള എസ്ഐന്റെ മെയിൻസ് എക്സാമിനും അതുപോലെ മറ്റ് മത്സര പരീക്ഷകൾ, ഈ സ്പെഷ്യൽ ടോപ്പിക് ഇൻക്ലൂഡഡ് ആവുന്ന മത്സര പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. താങ്ക്